ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1292 ആണ്ട് ധനുമാസം 7-ാം തീയതി, അതായത് 2016 ഡിസംബർ മാസം 22-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 30 നാഴികാത്തവും ബാക്കി ചിത്തിരവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്: ജനിച്ച സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ലാൽ മെമ്മോറിയൽ ആശുപത്രി. അസാമാന്യ ഗ്രാഹ്യശക്തി ഉണ്ട് കുട്ടിക്ക്. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തീരെ പഠിക്കാൻ തോന്നുന്നില്ല. എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നു. എപ്പോഴും നിരാശാബോധം. വളരെ കുസൃതിയും വാശിയുമുണ്ട്. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് പറയുന്നു. ഈ കുട്ടിയുടെ ഗ്രഹനില ചിന്തിച്ച് എന്ത് ചെയ്യണം ഞാൻ എന്ന വിലയേറിയ ഉപദേശം പ്രതീക്ഷിച്ചുകൊണ്ട് കത്തു ചുരുക്കുന്നു എന്ന് കുട്ടിയുടെ അമ്മൂമ്മ അമൃത, ഇരിങ്ങാലക്കുടയിൽ നിന്ന്. കുട്ടിയുടെ മുത്തശ്ശി എഴുതിയിരിക്കുന്നത് സത്യമാണ്. പഴമയിൽ പതിരില്ല എന്ന് പറയുന്ന അനുഭവജ്ഞാനം കൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. കുട്ടിക്ക് അസാമാന്യമായ ബുദ്ധിശേഷിയും ഒക്കെയുണ്ട്. വലിയ വലിയ സിദ്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ജാതക നിലയിലുണ്ട്. കോടാനുകോടി ഗ്രഹനിലകൾ പരിശോധിച്ച് കഴിഞ്ഞെന്നാൽ സിദ്ധപുരുഷന്മാരും സിദ്ധപുരുഷയൊക്കെ ആവുന്നവരും അവർ വിദ്യാഭ്യാസത്തിലൊന്നും വലിയ ഡിഗ്രി ഒന്നും എടുക്കുന്നവരായിരിക്കണമെന്നില്ല. ആയിക്കൊടുന്നുമില്ല. പക്ഷേ വളരെ ഡിഗ്രികളൊക്കെ കുറഞ്ഞ് ഒരു പക്ഷേ വിദ്യാഭ്യാസ മേഖലകളിൽ സ്കൂളുകളിൽ പോലും പോകാത്തവർ പോലും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ അകമ്പടിയോടുകൂടി, ഒത്താശയോടുകൂടി അല്ലെങ്കിൽ ശിക്ഷപ്പെട്ട് ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അപൂർവമായി കാണാം. അത്തരത്തിൽപ്പെട്ട ഒരു സിദ്ധിവിശേഷമുള്ള ഒരു കുട്ടിയായിട്ട് ഭാവിയിൽ വരാനുള്ള യോഗം ഈ ജാതക നിലയിൽ കാണുന്നുണ്ട്. അതിൻ്റെ ചില ആരംഭങ്ങളിൽ, അതിൻ്റെ തുടക്കം ഇങ്ങനെയുള്ള പ്രത്യേക സിദ്ധപുരുഷന്മാർ, സിദ്ധപുരുഷകൾക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതാരംഭത്തിൽ വളരെയധികം ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും, എന്തിനാഹാരത്തിന് പോലും ബുദ്ധിമുട്ടുകളോ ഏതെങ്കിലും ദുശാഠ്യം മുഖാന്തരം വീട് ഇറങ്ങിപ്പോയി ആശ്രമങ്ങളിലോ അതുപോലുള്ള കാരുണ്യാലയങ്ങളിലോ ഒക്കെ പോയി താമസിക്കേണ്ട അവസ്ഥകളും ഒക്കെ കണ്ടുവരുന്നുണ്ട്. പിൽക്കാലങ്ങളിലാണ് ഇവരറിയപ്പെടുന്നതും ഇവരിൽ സിദ്ധിവിശേഷങ്ങളുണ്ട് എന്നുള്ളതും അവർ പോലും അറിയാതെ അവരുടെ ആത്മാവിൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഈശ്വര മൂർത്തികളെല്ലാം കൂടികൊണ്ട് പ്രവചനങ്ങൾ, പ്രത്യേക കൈപുണ്യങ്ങൾ അവർ പറയുന്നത് സംഭവ്യമായി തീരുക, അവർ കാലുകുത്തുന്നിടത്ത് ചില ശക്തിവിശേഷങ്ങളുണ്ടാകുക, അതുപോലെ തന്നെ അനുഗ്രഹിച്ചാൽ ഫലങ്ങളുണ്ടാകുക, ഇങ്ങനെയുള്ള അപൂർവമായ ചില കാര്യങ്ങളൊക്കെ സംഭവ്യമായി കാണുന്നുണ്ട്. വിദ്യാഭ്യാസമില്ലെങ്കിലും അന്യഭാഷകൾ വശത്താക്കുവാനും ഭാഷയിൽപ്പെട്ടവർ വന്നിരിക്കുമ്പോൾ അവരുടെ മനോവികാരമെന്തെന്ന് മനസ്സിലാക്കാനുള്ള ഉൾവിളികളും ജ്ഞാനദൃഷ്ടികളും പ്രവാചകസിദ്ധികളും അനുഗ്രഹസിദ്ധികളും ഒക്കെ ഉള്ള അത്യപൂർവം സിദ്ധപുരുഷ ലക്ഷണത്തിൽപ്പെടുന്നതാണ് ഈ ഗ്രഹനില. അതിനെപ്പറ്റി കൂടുതൽ വ്യാഖ്യാനിക്കാൻ പലതരത്തിലാണ് സിദ്ധപുരുഷന്മാരുടെയും സിദ്ധപുരുഷകളുടെയും ഒക്കെ ധാരങ്ങൾ. നാം മുൻകാലങ്ങളിലൊക്കെ ചില പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയത്തക്ക ചില കുട്ടികൾ, ഏത് വാക്യങ്ങൾ പറഞ്ഞാലും അത് പിറകോട്ടും മുൻപോട്ടും ഒക്കെ പറയാൻ പ്രത്യുൽപ്പന്ന മതിത്വം ഉള്ള കുട്ടികൾ, ഏത് രാഗമെടുത്തിട്ടാലും അതിനെ അന്വയിക്കാനുള്ള സിദ്ധിവിശേഷങ്ങൾ, എത്ര വലിയ കണക്കുകളും മറ്റൊക്കെ ഞൊടിയിടയിൽ കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ പറയുന്ന, വലിയ പഠിത്തമൊന്നുമില്ലെങ്കിൽ തന്നെയും ചുട്ട മറുപടികൾ കിട്ടുക, അനായാസേന ഏത് വിദ്യകളും കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചില അത്ഭുത വിദ്യകളും മറ്റുമൊക്കെ കിട്ടുന്ന ചില ആളുകൾ ഉണ്ട്. അത് മുൻഗാമികൾക്ക് സാധിക്കാൻ വയ്യാതെ വന്ന ആത്മാക്കളെല്ലാം കൂടെ ചിലപ്പം അനന്തര ജന്മങ്ങളിൽ കുടികൊള്ളുന്നതാകാം, പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാവാം, പ്രപഞ്ച സത്യത്തിൻ്റെ അനുകമ്പ കൊണ്ട് ഉണ്ടാകാം. അവർക്ക് വിദ്യാഭ്യാസമൊന്നും പ്രശ്നമല്ല, അത് തനിയെ വന്നോളും. വിദ്യാഭ്യാസമുള്ളവരും മറ്റുമൊക്കെ അവരുടെ പിന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുകയും
അവരുടെ സാമീപ്യങ്ങൾ തേടുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഗ്രഹനിലപ്പെടുന്നതാണ്. മുത്തശ്ശിയുടെ കണക്കൂട്ടലുകൾ വളരെ ശരിയാണ്. അസാമാന്യ ഗ്രാഹ്യശക്തി ഉള്ളതാണ്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ആ കുട്ടിയുടെ പ്രാഥമികപരമായിട്ടുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാനായി അടുത്തുള്ള ക്ഷേത്രത്തിൽ കുട്ടിയെ വിട്ട് ദർശനം നടത്തിക്കുകയും ഒക്കെ പ്രാഥമികപരമായിട്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം തനിയെ വന്നോളും. അതിന് പ്രത്യേകിച്ചൊരു പ്രതിവിധികളോ ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. എങ്കിൽ തന്നെയും മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയിൽ ചില പ്രായം ചെന്നവരൊക്കെ പറയുന്ന പോലെയൊക്കെ പറയുന്ന തോന്നിപ്പിക്കും. അതുമാതിരിയുള്ള ആംഗ്യ ഭാഷകളൊക്കെ കാണിക്കും. ഉണ്ടെങ്കിലും ഇതിനെ ഒരു പുരുഷസൂക്തം എന്ന ആ ആദിപുരുഷൻ്റെ വർണ്ണനകൾ കൊണ്ട് ഒരു പക്ഷേ ഈ കുട്ടിയുടെ മരിക്കണം എന്നുള്ള ചിന്താഗതികളും ശാരീരിക മാനസിക പക്വതക്കുറവുകളുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതൊക്കെ മാറിക്കിട്ടുവാനും ഈ പുണ്യജന്മത്തിന് അതിൻ്റേതായ അർത്ഥശക്തിയോടുകൂടി മുന്നോട്ട് സാമാന്യേന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുമൊക്കെ പുരുഷസൂക്തം കൊണ്ട് സാധിക്കും. മഹൽ പഞ്ചഗവ്യം മുതലായ മരുന്നുകൾ, സാരസ്വത ഘൃതം മുതലായ ഔഷധങ്ങൾ പുരുഷസൂക്തം ജപിച്ച് ഓരോ അര സ്പൂൺ വീതം നാക്കൽ ജപിച്ച് കൊടുക്കുക. അങ്ങനെ ക്രമാനുഗതമായിട്ട് കുട്ടിക്ക് ഈ വക തോന്നലുകളെല്ലാം മാറും. ബാലഗോപാലയന്ത്രം ധരിപ്പിക്കുക ഇത്യാദികളൊക്കെ ചെയ്താൽ മതി. ചെറിയ തോതിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ മരിക്കണം എന്നുള്ള തോന്നലുകളൊക്കെ മാറി ഭാവിയിൽ അനേക ആയിരങ്ങളുടെ അകമ്പടിയോടെയും ലക്ഷക്കണക്കിന് ആളുകളുടെ ആരാധനാപാത്രമാവാനും ഒക്കെയുള്ള യോഗം ഈശ്വരകൃപയാൽ ഈ ജാതകത്തിലുണ്ട്. അമ്മമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം